ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ കോൺ ഷേപ്പിലുള്ള ഓർക്കിഡ് പോട്ട്സ് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഭംഗിയായിട്ട് ഉണ്ടാക്കാമെന്ന് കാണാനാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ഒരുപാട് വിലക്കുറവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു മെഷാണ്. ഇതിപ്പോൾ 1 മീറ്റർ ഉണ്ട്. ഇതിന് മീറ്ററിന് 90 രൂപ വില മാത്രമേ ഉള്ളൂ. ഓരോ മെഷീൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഓർക്കിഡ് പോട്ട് റെഡിയാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അതിനെ നമ്മൾ 35 സെൻറ്റിമീറ്റർ നീളത്തിലും 27 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം 35 സെൻറ്റിമീറ്ററും ഇത് 27 സെൻറ്റിമീറ്ററും ആണ്. ഈ അളവിലാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പോട്ട്സ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം രണ്ടും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മെഷിൽ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കമ്പികളുള്ളത് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ ഈസിയാണ്. മുകൾ ഭാഗത്ത് ഉള്ള ഈ ഒരു കമ്പി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴെ വരെ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. മെഷീൻ്റെ കമ്പികൾ എഴുന്നു നിൽക്കുന്ന ഭാഗത്ത് പ്ലെയർ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനിയും ഇത് വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മുടെ കെട്ടുകമ്പിയില്ലേ, ചിലയിടങ്ങളിൽ നൂൽക്കമ്പി എന്ന് പറയും, ആ നൂൽക്കമ്പി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് കടത്തി കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ 3 ഇടത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഈ മുകൾ ഭാഗത്ത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് കെട്ടുകമ്പി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെ വെച്ചിട്ട് നമുക്ക് കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി വെച്ച് കൊടുക്കാം. ഈ മുകളിലേക്ക് എഴുന്ന് നിൽക്കുന്ന ഈ കമ്പികളൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പ്ലെയർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ താഴ്ഭാഗത്തുള്ള കമ്പിയും നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ കമ്പികൾ കുത്തിയിട്ട് ഗ്ലൗസൊക്കെ കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ എഴുന്ന് നിൽക്കുന്ന എല്ലാ കമ്പികളും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു പോട്ടാണ്. സാധാരണയായിട്ട് ചെയ്യാറുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുമല്ലേ, അപ്പം സിലിണ്ടർ ഷേപ്പിലേയും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അറിയാത്തവർക്ക് കണ്ടിരിക്കാമല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതിൻ്റെ ലെങ്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഇതുപോലെ ചെയ്തപ്പോൾ തന്നെ ഈ സിലിണ്ടർ ഷേപ്പിൻ്റെ 4 പോട്ടും കോൺ ഷേപ്പിൻ്റെ 4 പോട്ടും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടുകമ്പി വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് ഫോൾഡ് ചെയ്താലും പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും.
ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള നെറ്റ് ഒന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നൂൽക്കമ്പി കൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ ഇത് ജോയിൻ്റ് ആണ്. നമ്മൾ പ്ലാന്റിങ് ചെയ്യുമ്പോൾ പോട്ടിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂൽക്കമ്പി ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ 2 സൈസ് ഓർക്കിഡ് പോട്ട്സും റെഡി ആയിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ളതിൽ നമുക്ക് ട്വൈൻ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും കെട്ടിയിട്ടാൽ ഹാങ്ങിങ് പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓർക്കിഡ്സൊക്കെ ഇപ്പോൾ നല്ലപോലെ മുട്ടിട്ട് വരുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശരിക്കും ഇതിന് 30 രൂപയാണ് വില. ഇപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വെറും 10 രൂപ വില മാത്രമേ ആവുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ.